യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് യോഗ്യന്മാരെ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ദൈവ പ്രസാദമുള്ള മനുഷ്യരെ കണ്ടെത്തുന്നത്? ആർക്കെങ്കിലും നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം പ്രസാദിക്കണം, ദൈവം അനുഗ്രഹിക്കണം എന്ന് വരത്തില്ല. പക്ഷേ യോഗ്യന്മാരെ കണ്ടെത്തി നാം നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേൽ മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത് നമ്മുടെ തലമുറകളുടെ മേൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ യോഗ്യന്മാർ ആരൊക്കെയാണ് എന്നുള്ളതിന് ചില ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം വെളിപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഞങ്ങൾ ദരിദ്രരെ എപ്പോഴും ഓർത്തുകൊള്ളണം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒന്നാമത് ദരിദ്രർ അല്ലെങ്കിൽ വേണ്ടും പോലെ ഭക്ഷണം കഴിക്കുവാൻ, വേണ്ടും പോലെ വസ്തുവകയില്ലാത്തവർ, അല്ലെങ്കിൽ ലോകത്തിൽ കഴിയുവാൻ പ്രാപ്തിയില്ലാത്തവർ, ഇവരെല്ലാം ദരിദ്രർ എന്ന് ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലും വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ദരിദ്രരെ തിരഞ്ഞെടുത്തത്? ഒന്നാമത് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർ ദരിദ്രർ വിശ്വാസത്തിൽ സമ്പന്നരായതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും വിധേന നന്മ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കും, ദൈവം അനുഗ്രഹിക്കുവാനിടയാകും. രണ്ടാമത് യേശു തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അവന് നിശ്ചയമായി പ്രതിഫലം ഉണ്ട്. ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശേഷാൽ യോഗ്യന്മാരായിരിക്കുന്നവരെ കണ്ടെത്തി നാം നന്മ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിപ്പിക്കുവാനിടയാകും. അതിനുവേണ്ടി നാം ഉത്സാഹിക്കുക. ദരിദ്രരായവരെ, ദൈവഭക്തന്മാരെ ഓർത്തുകൊണ്ട് നന്മ ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.